ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 74 പേരെ ഈ വിഷയത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. തെളിവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്ന് കൃത്യമായി യതീഷ് ചന്ദ്ര വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മറുഭാഗം CPIM-ന്റെ ഒരു ആരോപണം നിൽക്കുന്നുണ്ട്. സമാധാനപരമായി പോയിരുന്ന ഒരു സമരത്തിലേക്ക് SDPI-ക്കാർ നുഴഞ്ഞു കയറുകയും അങ്ങനെ അക്രമം ഉണ്ടാക്കുകയും ചെയ്തു എന്നൊരു ആരോപണം അവരുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആരോപണത്തിലേക്കും അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതും പരിഗണിക്കപ്പെടുന്നുണ്ടോ? മനു, ചിത്രശക്തികൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് DIG തന്നെ യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയത്. അതായത് ഈ സമരത്തിൽ പുറത്തു നിന്നുള്ള ആളുകൾ പോലീസ് ഇതിനകം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ആരൊക്കെ എന്ന് അവർക്ക് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിനായാണ് അവർ ഇന്നലെ പകൽ മുഴുവനായി തന്നെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലും അതേപോലെ തന്നെ ചാനലുകളിലും വന്ന ദൃശ്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട 74 പേരെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേരാണ് നിലവിൽ പിടിയിലായത്. ആ 2 ആളുകളുടെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിലൊന്ന് കൂടത്തായി സ്വദേശി AP റഷീദാണ്. മറ്റൊരാൾ താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശി KN ബാവൻകുട്ടിയാണ്. പ്രായം ചെന്ന ആളുകളാണ് 2 ആളുകളും. ഒരാൾ 74 ഒരാൾ 64 വയസ്സായ ആളുകളാണ്. ഇവർ 2 പേരും SDPI പ്രവർത്തകരല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാവൻകുട്ടി ഈ താമരശ്ശേരി മേഖലയിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയാണ്. എന്തായാലും കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ രാത്രിയും ഈ സമരസമിതി നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ തിരിച്ചറിഞ്ഞ ആളുകൾ ഉൾപ്പെടെ ഉള്ള അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ പുതുതായി ആരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പലരും മാറി നിൽക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനു സൂചിപ്പിച്ച പോലെ തന്നെ CPIM-ഉം DYFI-യും ഇതിൽ SDPI നുഴഞ്ഞു കയറിയെന്നും അവരാണ് ആക്രമണത്തിന് പിന്നിലെന്നും വളരെ കൃത്യമായ ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SDPI ഇത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരമൊരു ആരോപണം നിലനിൽക്കുന്നു. കാരണം സമരസമിതി നേതാക്കളുമായും അവിടെയുള്ള സ്ഥിരം സമരത്തിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി ഈ സമരം നടക്കുന്നു. ഇതുവരെ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയിട്ടില്ല. പോലീസുമായി നേരിയ സംഘർഷമൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അവിടെയുള്ള ഈ കോഴി മാലിന്യമാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോട്, മലപ്പുറം, അതേപോലെ തന്നെ പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നെല്ലാം എത്തുന്നുണ്ട്. അളവിൽ കൂടുതൽ എത്തുന്നുണ്ട് എന്നാണ് കൂടുതൽ പ്രദേശവാസികളുടെ ആരോപണം. അവർ ഈ സ്ഥാപനത്തിന് എതിരല്ല. കാരണം ഈ സ്ഥാപനം പ്രവർത്തിക്കേണ്ട എന്നവർ പറയുന്നില്ല. എന്നാൽ അവിടെ നിന്നും രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നു. അത് തങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ സമരസമിതിയുടെ ആവശ്യം. അത് സ്വാഭാവികമായും അംഗീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യം കൂടിയാണ്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ആവശ്യമാണ്. സ്ഥാപനം 1 മാസം പൂട്ടിയിട്ടു. അതിനെ കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് അനുമതി നൽകി. ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. എന്തായാലും ആ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അത് പരിഹരിക്കുക എന്നത് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഇത് പൂർണ്ണമായും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, ഈ സമരത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വളരെ ആസൂത്രിതമായി ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള വ്യക്തികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു. കൂടുതൽ കസ്റ്റഡിയും അറസ്റ്റും ഇന്നും നാളെയുമായി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.